പ്രതിശ്രുത വരനെ വിളിച്ചുവരുത്തി ആത്മഹത്യ ചെയ്ത ആർദ്രയുടെ മരണത്തിന് പിന്നിൽ വീട്ടുകാരെ അപമാനിച്ചതിലുള്ള മനോവിഷമവും വരന്റെ മാതാവിന്റെ മാനസിക പീഡനമെന്നും പിതാവ് രാജഗോപാലൻ നായർ വിവാഹകാര്യത്തിനായി പ്രതിശ്രുത വരനായ അമിതാഭ് ഉദയന്റെ വീട്ടിൽ പലവട്ടം എത്തിയപ്പോഴും മാതാവ് സദീറ ഉദയകുമാർ അപമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മകളെയും ഏറെ മാനസികമായി ആക്ഷേപിച്ചിട്ടുണ്ട്. കൂടാതെ മകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് തൊട്ടു മുൻപ് സദീറ ഉദയകുമാറുമായി മൊബൈലിൽ 2 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണം നടത്തിയതായുള്ള രേഖയും കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ആർദ്രയെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. അമിതാഭ് ഉദയ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്. മാതാവ് സദീറ ഉദയകുമാർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ് ജോലി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സദീറ ഹിന്ദുവായ ഉദയകുമാറുമായി സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഉദയകുമാറിന് പോലീസിലായിരുന്നു ജോലി. സർവീസിലിരിക്കെ മരണപ്പെട്ടതോടെ ജോലി മകന് ലഭിക്കുകയായിരുന്നു. ആർദ്രയുമായുള്ള വിവാഹ ബന്ധത്തിന് സദീറയ്ക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നിബന്ധന വെച്ചു. ഹൈന്ദവ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പാടില്ല. ഈ നിബന്ധനയും അംഗീകരിച്ച് ആർദ്രയുടെ മാതാപിതാക്കൾ വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുന്ന 16-ന് ആർദ്രയുടെ ജന്മദിനത്തിന് രജിസ്റ്റർ ചെയ്യാൻ ധാരണയായി. എന്നാൽ അതിനിടയിൽ വീണ്ടും ഭിന്നതകൾ ഉണ്ടായി. കഴിഞ്ഞ 27-ന് വിവാഹം സംബന്ധിച്ച കാര്യം സംസാരിക്കാൻ അമിതാഭിന്റെ വീട്ടിൽ എത്തിയെങ്കിലും അപമാനിച്ചയക്കുകയായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയ ശേഷം പിതാവ് അമിതാഭിന്റെ അമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ, എടാ തന്തയില്ലാത്തവന് നീ 10 തന്തയ്ക്ക് പിറന്നവനാണോ, നീ അതുപോലുള്ള സ്വഭാവമാണോ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ശോഭിക്കുകയായിരുന്നു. ഇതെല്ലാം ആർദ്രയുടെ മനസ്സിൽ വിങ്ങലായി കിടന്നിരുന്നു. കൂടാതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരികയും അക്രമാസക്തനാവുകയും ചെയ്യുന്ന അമിതാഭിന്റെ സ്വഭാവത്തിലും പേടിയുണ്ടായിരുന്നതായും വിവരമുണ്ട്. വിവാഹകാര്യം സംസാരിക്കുന്നതിനിടെ അമിതാഭ് ക്ഷുഭിതനായി വീട്ടിലെ ഉപകരണങ്ങളൊക്കെ തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും സംശയമുണ്ട്. വിവാഹമുറപ്പിച്ച യുവാവുമായി കല്യാണ ചടങ്ങുകളെ ചൊല്ലിയുണ്ടായ തർക്കം യുവതിയുടെ ജീവനെടുത്തു. വെള്ളനാട് പുനലാൽ തൃക്കണ്ണാപുരം സുരഭി സുമത്തിൽ രാജഗോപാലൻ നായരുടെയും ചന്ദ്രജയുടെയും മകൾ ആർദ്രയാണ് കാമുകനുമായുള്ള തർക്കത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത യുവതി ഉഴമലയ്ക്കൽ കാരനാട് സ്വദേശിയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരനുമായ യുവാവുമായി 6 വർഷമായി പ്രണയത്തിലായിരുന്നു. യുവതിയുടെ നിർബന്ധത്തിനു വഴങ്ങി വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇതിനിടെ പെൺകുട്ടിയും യുവാവുമായി വിവാഹ ചടങ്ങുകളെപ്പറ്റി തർക്കമുണ്ടായി. താൻ വിശ്വാസിയല്ലെന്നും വിവാഹ മണ്ഡപത്തിൽ ആചാരങ്ങൾ നടത്തില്ലെന്നും യുവാവ് നിർബന്ധം പിടിച്ചു. ഇതിനിടെ ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്യാനും തീരുമാനിച്ചു. തിങ്കളാഴ്ച പെൺകുട്ടി യുവാവിനെ ഫോൺ ചെയ്ത് താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ഉടൻ തന്റെ വീട്ടിലെത്താനും ആവശ്യപ്പെട്ടു. യുവാവ് 6 കിലോമീറ്ററോളം അകലെയുള്ള തന്റെ വീട്ടിൽ നിന്നും ബൈക്കിൽ യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിപ്പിടയ്ക്കുന്ന യുവതിയെയാണ് കണ്ടത്. യുവതിയെ ഇയാൾ പൊക്കി നിർത്തിയ ശേഷം ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടി കുരുക്കഴിച്ച് താഴെയിറക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ യുവതി ഇന്നലെ വൈകിട്ടോടെ മരിച്ചു. പ്രണയത്തിലായിരുന്ന ആർദ്രയും കാരനാട് സ്വദേശിയായ അമിതാഭും തമ്മിലുള്ള വിവാഹം ബന്ധുക്കൾ നിശ്ചയിച്ചിരുന്നു. വിവാഹ മണ്ഡപവും ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഖദർ മണ്ഡപത്തിലെ വിവാഹ ചടങ്ങുകൾ ചെയ്യാൻ വരന്റെ കുടുംബം വിസമ്മതം അറിയിച്ചുവെന്ന് പോലീസ് പറയുന്നു. മിശ്രവിവാഹിതരാണ് വരന്റെ മാതാപിതാക്കൾ. ഇതിനെ തുടർന്ന് വിവാഹ മണ്ഡപത്തിന്റെ ബുക്കിംഗ് റദ്ദാക്കി വിവാഹം രജിസ്റ്റർ ചെയ്യാനും ഇരുകൂട്ടരും തീരുമാനിച്ചിരുന്നു. ആർദ്രയുടെ ജന്മദിനമായ 16-ന് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് ഇരുവരും തീരുമാനിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ ഫോൺ ചെയ്യുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുള്ളതായും പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ എത്തിയാൽ താൻ തൂങ്ങി നിൽക്കുന്നത് കാണാമെന്ന് ആർദ്ര വരനെ അറിയിച്ചുവെന്നാണ് വരൻ പോലീസിൽ നൽകിയ മൊഴി. ആർദ്രയുടെ മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നതിനാൽ സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലായിരുന്നു. ആർദ്രയുടെ ഉള്ളിൽ വിഷം ചെന്നതായും ഡോക്ടർമാർ അറിയിച്ചതായും ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടു. മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇന്നു വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ മനസ്സംഗോത്രിയിൽ MSc പരീക്ഷ എഴുതി നിൽക്കുകയായിരുന്നു ആർദ്ര. അതേസമയം ആര്യനാട് പോലീസ് പിതാവ് രാജഗോപാലൻ നായരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമിതാഭ് ഇപ്പോൾ ഒളിവിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.